മഹാഭാരതം ഇതിഹാസ കഥാകഥനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശതശൃംഗാശ്രമത്തിൽ ചിതയിൽ എരിഞ്ഞ പാണ്ഡുവിൻ്റെയും മാദ്രിയുടെയും ശേഷിച്ച ഭൗതികാവശിഷ്ടങ്ങളുമായി കുന്തിയും പാണ്ഡവരും മുനിമാരും ഹസ്തിനാപുരിയിൽ എത്തി. ഭീഷ്മൻ ഉൾപ്പെടെയുള്ളവർ അവരെ സ്വീകരിച്ചു. പാണ്ഡുവിൻ്റെയും മാദ്രിയുടെയും ശേഷക്രിയകൾ വിധിപ്രകാരം അവർ നടത്തി. പിന്നീട് കുന്തിയെയും കുട്ടികളെയും ഹസ്തിനാപുരിയിലെ രാജാവിനെ ഏൽപ്പിച്ചിട്ട് ശതശൃംഗാശ്രമത്തിലെ സന്യാസിമാർ തിരികെ പോയി. തുടർന്ന് കേൾക്കുക. പാണ്ഡുവിൻ്റെ ശേഷക്രിയകൾ കഴിഞ്ഞ് ഹസ്തിനാപുരം കൊട്ടാരത്തിലെത്തിയവരുടെ ദുഃഖം വിട്ടുമാറിയില്ല. എങ്ങും ശോകമുഖമായ അന്തരീക്ഷമാണ് തളം കെട്ടി നിന്നത്. ഹസ്തിനാപുരിയിൽ ഉണ്ടായിരുന്ന വ്യാസൻ അമ്മയായ സത്യവതിയുടെ അടുത്ത് ചെന്നു പറഞ്ഞു, അമ്മേ, എല്ലാവരുടെയും സന്തോഷം ഇല്ലാതായിരിക്കുകയാണ്. കാലത്തിൻ്റെ മാറ്റം ദാരുണം തന്നെ. ഇനി വരാനിരിക്കുന്നത് പാപത്തിൻ്റെ ദിനങ്ങളാണ്. ഭൂമിയുടെ യൗവനം നശിച്ചു പോയിരിക്കുന്നു. മാലിന്യങ്ങൾ കലർന്നും പല പല ദോഷങ്ങൾ വന്നു ചേർന്നും ധർമ്മം, ക്രിയാചാരങ്ങൾ നശിക്കുന്ന കാലം വന്നെത്തുകയാണ്. കൗരവന്മാരുടെ ദുർനടപ്പ് വർദ്ധിച്ച് ഭൂമി നശിക്കും. അമ്മ ഇതൊന്നും കാണാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ കുലത്തിന് വന്നു ചേരുന്ന ആ നാശം അമ്മ കാണേണ്ട. തപോവനത്തിൽ പോയി താമസിക്കുന്നതാണ് നല്ലത്. മകൻ വ്യാസൻ പറഞ്ഞ വാക്കുകൾ സത്യമായി സംഭവിക്കുന്നതാണെന്ന് സത്യവതിക്ക് അറിയാമായിരുന്നു. മകൻ പറഞ്ഞതിന് പ്രകാരം ചെയ്യാമെന്ന് അവർ സമ്മതിച്ചു. പിന്നീട് സത്യവതി മരുമക്കളെ അടുത്ത് വിളിച്ചു പറഞ്ഞു. അവരിൽ അംബികയോട് പറഞ്ഞു, അംബികേ, നിന്റെ പുത്രൻ ധൃതരാഷ്ട്രൻ്റെ തെറ്റായ ഭരണം മൂലം ഈ ഭാരതർ കൂട്ടത്തോടെ നശിക്കുമെന്ന് ഞാൻ അറിയുന്നു. ഈ നാട്ടിലെ ജനങ്ങളും നശിക്കും. അതിനാൽ ഇതിനൊന്നും കാണാൻ നിൽക്കാതെ എനിക്ക് ഇവിടം വിട്ട് പോകാനാണ് മനസ്സ് വരുന്നത്. ഇതൊന്നും കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് പുത്രനായ പാണ്ഡു നഷ്ടപ്പെട്ട അംബാലികയോടുകൂടി നമുക്ക് വനത്തിൽ പോകാവുന്നതാണ്. അതാണ് നല്ലത്. ഞാൻ അതിന് തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കും സമ്മതമല്ലേ? അമ്മ പറയുന്നത് പോലെ ഞങ്ങളും ചെയ്യാമെന്ന് അവർ മറുപടി പറഞ്ഞു. പിന്നെ സമയം നോക്കി ഭീഷ്മനോട് സമ്മതം വാങ്ങി സത്യവതിയും മരുമക്കളും വനവാസത്തിനായി കാട്ടിലേക്ക് പുറപ്പെട്ടു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കാട്ടിൽ വച്ച് അവർ ദേഹത്യാഗം ചെയ്ത് സ്വർഗത്തിലേക്ക് പോയി. ഹസ്തിനാപുരിയിലെത്തി പാണ്ഡവർ പുതിയ ജീവിത രീതികളുമായി അങ്ങനെ പൊരുത്തപ്പെട്ടു. മെച്ചപ്പെട്ട ഒരു ജീവിതക്രമം അവർക്കുണ്ടായിരിക്കുന്നു. അവർ സന്തോഷത്തോടെ കൊട്ടാരത്തിലും പരിസരത്തും കൗരവ കുമാരന്മാരുമായി കളിച്ച് രസിച്ചു നടന്നു. കുമാരന്മാരിൽ ഏറ്റവും കരുത്തൻ ഭീമനായിരുന്നു. വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ എല്ലാത്തിലും വിജയം ഭീമന് തന്നെയായിരുന്നു. ഓട്ടം, ഓടിച്ചു നെടുക്കൽ, തീറ്റ മത്സരം, പൊടിപറത്തൽ എന്നിവയിലെല്ലാം ഭീമൻ തന്നെ മുന്നിൽ. തരം കിട്ടുമ്പോഴൊക്കെയും അവൻ കൗരവന്മാരെ ഉപദ്രവിക്കുകയും ചെയ്തു. പലപ്പോഴും ഭീമൻ്റെ പിടിയിൽ നിന്നും ദുര്യോധനനെ രക്ഷിച്ചിരുന്നത് വിതുരർ ആയിരുന്നു. ഈ വിക്രിയകളെല്ലാം വിതുരർ കുട്ടിക്കളി മാത്രമായേ കണ്ടിരുന്നുള്ളൂ. വിനോദങ്ങളിൽ രസമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭീമൻ അവരെ വാരിയെടുത്ത് എറിയും. കയ്യിൽ പിടിച്ച് കറക്കി ചുറ്റിക്കും. വീരന്മാരായ 100 കൗരവന്മാരെയും ഒറ്റയ്ക്ക് പിടിച്ച് കശക്കും. തലമുടിയിൽ പിടികൂടി അവരെ വലിച്ചിഴയ്ക്കും. ചുമലും മുട്ടും നിലത്തിട്ട് ഉരസി ഇഴയുന്ന വിധം വൃകോദരൻ അവരെ വലിക്കും. വെള്ളത്തിൽ നീന്തിക്കളിക്കുമ്പോൾ 10 പേരെ ഒന്നിച്ചു പിടിച്ച് വെള്ളത്തിൽ മുക്കി താഴ്ത്തി പിടിച്ച്
ചത്തവണ്ണമാക്കി വിടും. അവർ മരത്തിൽ കയറി കായ്കൾ പറിക്കുമ്പോൾ ഭീമൻ മരത്തിൻ്റെ കടക്കൽ ചവിട്ടി ഭയങ്കരമായി കുലുക്കും. ചവിട്ടിൻ്റെ ഊക്കുകൊണ്ട് മരത്തിലിരിക്കുന്നവർ താഴെ വീഴും. അവർ എത്ര പരിശ്രമിച്ചിട്ടും ഒരിക്കൽ പോലും ഭീമനെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. വിതുരനോടും ഭീഷ്മനോടും കൗരവന്മാർ പരാതി പറഞ്ഞിട്ടും ആരും അത് കാര്യമായി എടുത്തില്ല. എന്നാൽ ഗാന്ധാരിയുടെ സഹോദരനായ ശകുനി ഈ അവസരം ഒരു സുവർണ നിമിഷമായി കണക്കാക്കി ദുര്യോധനനെ ഭീമൻ്റെ വിരോധിയാക്കി. എല്ലാ കൗരവന്മാർക്കും ഭീമസേനോടുള്ള വൈരാഗ്യം നാൾക്കുനാൾ കൂടി വന്നു. എന്നാൽ ഭീമൻ്റെ ഉള്ളിൽ ഒരു വൈരാഗ്യം ഇല്ലായിരുന്നു. ബാലസഹജമായ വികൃതി മാത്രമാണ് ഭീമൻ പ്രകടിപ്പിച്ചിരുന്നത്. ഭീമൻ്റെ ഈ അമിത കായിക ബലത്തിൽ അവനെ ഒരു തരത്തിലും തോൽപ്പിക്കാൻ കഴിയാത്തതിൽ ദുര്യോധനന് ഭീമനോട് അതിയായ പകയുണ്ടായി. ദുര്യോധനൻ അത് കാണിക്കാനും തുടങ്ങി. ഹസ്തിനാപുരിയിലെ സൂതനായ അധിരഥന്റെ പുത്രനായ കർണനും കളിക്കാരുടെ കൂട്ടത്തിൽ കൗരവന്മാരുടെ പക്ഷത്തിൽ ഉണ്ടായിരുന്നു. ശകുനിയുടെ നിർദ്ദേശപ്രകാരം ദുര്യോധനൻ ഭീമനെ ചതിച്ചു കൊല്ലാൻ ഒരു പദ്ധതിയിട്ടു. ക്രൂരനായ ഭീമനെ ചതിച്ചു പിടിച്ചു കെട്ടി വെള്ളത്തിൽ മുക്കിക്കൊല്ലണം. അവൻ്റെ സഹോദരന്മാരെയെല്ലാം തടവിലാക്കിയിട്ട് ഞാൻ നാടുവാഴും. ഇങ്ങനെ സഹോദരങ്ങളോടും അമ്മാവനായ ശകുനിയോടും പറഞ്ഞ് ദുര്യോധനൻ ചില പദ്ധതിക്ക് ആസൂത്രണം കൊടുത്തു. എല്ലാ ഉപദേശങ്ങളും നൽകുന്നത് ശകുനിയാണ്. തൻ്റെ ഭീമ വൈരാഗ്യം ദുര്യോധനൻ അച്ഛനായ ധൃതരാഷ്ട്രനോടും പറഞ്ഞു. അമിത പുത്രസ്നേഹമുള്ള ആ അന്ധരാജാവിൻ്റെ മനസ്സും അന്ധമായിരുന്നു. ഭീമനോട് നീരസം അദ്ദേഹത്തിനുമുണ്ടായി. അതിബലവാനായ ഭീമനിൽ ധൃതരാഷ്ട്രന് ആശങ്കയുണ്ടായിരുന്നു. ഗംഗാതീരത്തുള്ള പ്രമാണകോടി എന്ന സ്ഥലം ഭീമനെ ചതിക്കാനായി അവർ തിരഞ്ഞെടുത്തു. അതിനുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെ ആയിരിക്കണമെന്ന് ശകുനി ദുര്യോധനോട് പറഞ്ഞുകൊടുത്തു. ഗംഗാതീരത്തുള്ള പ്രമാണകോടി വിവിധ പുഷ്പങ്ങളും ഭംഗിയാർന്ന മലനിരകളും മരങ്ങളും ഒക്കെയുള്ള ദൃശ്യവിസ്മയമായിരുന്നു. കൗരവരുടെ ഗൂഢാലോചന നടക്കുന്നത് പാണ്ഡവർ അറിഞ്ഞിരുന്നില്ല. രഹസ്യമായി കൗരവർ പല ഒരുക്കങ്ങളും നടത്തി. ഗംഗാജലത്തിൽ കുളിക്കുവാൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പലതരം കല്ലുകൾ കൊണ്ടും വർണ്ണശബളമായ തുണികൾ കൊണ്ടും കൂടാരങ്ങൾ നിർമ്മിച്ചു. ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങൾ നിറച്ചും ഭംഗിയായി അലങ്കരിച്ചതുമായ വിവിധ കൂടാരങ്ങൾ ഉയർന്നു. ജലക്രീഡയെന്നൊരു ഓമനപ്പേരും അവരിട്ടു. ആഹാരപ്രിയനായ ഭീമസേനനെ വശീകരിക്കാൻ പഴങ്ങളും കടലകളും വറവകളും ശീതളപാനീയങ്ങളും മിഠായികളും വലിച്ചു കുടിക്കുവാൻ പറ്റിയ രസവസ്തുക്കളും നക്കിത്തിന്നുവാൻ പറ്റിയ തേൻ കുഴമ്പും പലതരം രുചിയുള്ള ആഹാര സാധനങ്ങളും അവർ ഒരുക്കി വെച്ചു. എല്ലാ വിഭവങ്ങളും തയ്യാറായപ്പോൾ ദേഹണ്ടക്കാർ വന്ന് ദുര്യോധനനെ അറിയിച്ചു. പിന്നെ വളരെ സ്നേഹം നടിച്ച് പാണ്ഡവരുടെ അടുത്തു ചെന്ന് ദുര്യോധനൻ പറഞ്ഞു, ഗംഗാതീരം പൂങ്കാവ് കൊണ്ട് എന്ത് മനോഹരമാണ്. വിനോദത്തിനായി നമുക്കെല്ലാവർക്കും അങ്ങോട്ട് പോകാം. വേണ്ടി വന്നാൽ ഗംഗയിൽ ജലക്രീഡയും നടത്താം. മുന്തിയതരം ഭക്ഷണവും കഴിക്കാം. എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ദുര്യോധനൻ്റെ ക്ഷണം സ്വീകരിച്ച യുധിഷ്ഠിരൻ പറഞ്ഞു, അങ്ങനെയാകട്ടെ, നമുക്ക് പോകാം. കുന്തിയുടെ അനുവാദം വാങ്ങി മുതിർന്നവരെ കണ്ട് ആശീർവാദം വാങ്ങി പാണ്ഡവർ ഹസ്തിനാപുരിയിൽ നിന്നും പ്രമാണകോടിയിലേക്ക് പോകാൻ തേരുകളിലും മറ്റു വാഹനങ്ങളിലും കയറി. വിവിധ തേരുകളിൽ പാണ്ഡവരും കൗരവരും കർണനും ഉൾപ്പെടെയുള്ളവർ പോയപ്പോൾ രഹസ്യമായി ശകുനി അവരെ പിന്തുടർന്നു. ഉദ്യാനത്തിൻ്റെ കവാടത്തിലെത്തിയപ്പോൾ എല്ലാവരും വാഹനത്തിൽ നിന്നും ഇറങ്ങി. സിംഹങ്ങൾ ഗുഹയിലേക്കെന്ന പോലെ എല്ലാവരും ഉദ്യാനത്തിൽ പ്രവേശിച്ചു. ഉദ്യാനം കണ്ട പാണ്ഡവർ ദുര്യോധനാദികളോട് അഭിനന്ദനങ്ങൾ അറിയിച്ചു. വെള്ളത്തുണികൾ കൊണ്ട്
അലങ്കരിച്ച കൂടാരങ്ങൾ. ചെറിയ ചെറിയ ജനാലകൾ കൂടാരത്തിൻ്റെ മോടി കൂട്ടുന്നതാണ്. യന്ത്രജാലങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ട്. വിവിധ ചിത്രങ്ങൾ എങ്ങും കാണാം. തോടും പൊയ്കകളും വളരെ ഭംഗിയായി തിളങ്ങുന്നു. ദൂരക്കാഴ്ചയിൽ കൂടാരവും പൂന്തോട്ടവും ഗംഗാജലത്തിൽ പ്രതിബിംബിച്ച് കാണുന്നു. വിടർന്നു നിൽക്കുന്ന കൽഹാര പുഷ്പങ്ങൾ. പാണ്ഡവരും കൗരവരും ചേർന്ന് മധുരമായ പലഹാരങ്ങൾ, ഇഷ്ടം പോലെ പാനീയങ്ങളും കുടിച്ചു. പിന്നെ അവർ പല വിനോദങ്ങളിലും ഏർപ്പെട്ടു. ദുഷ്ടനായ ദുര്യോധനൻ ഈ തക്കത്തിന് വിനോദങ്ങളിൽ ഏർപ്പെടാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭീമസേനനെ കാളകൂട വിഷം കലക്കിയ പാനീയം കുടിപ്പിക്കാൻ കൊണ്ടുകൊടുത്തു. ഭീമൻ ആർത്തിയോടെ കൊടുക്കുന്നതെല്ലാം കുടിച്ചു തീർത്തു. ദുര്യോധനൻ ഉള്ളുകൊണ്ട് ചിരിക്കുകയായിരുന്നു. പിന്നെ എല്ലാവരും ഗംഗാജലത്തിൽ കളിച്ചുല്ലസിക്കാൻ ഇറങ്ങി. സന്ധ്യയായത് അറിഞ്ഞില്ല. എല്ലാവരും ആ രാത്രി അവിടെ തന്നെ കഴിയാൻ തീരുമാനിച്ചു. എന്നാൽ കാളകൂട വിഷം ഉള്ളിൽ ചെന്ന ഭീമൻ അവശനായി. അവൻ ഒരു ഭാഗത്ത് മാറിക്കിടന്നു. ബോധം നശിക്കുന്ന മട്ടിലായി, മരിച്ചു കിടക്കുന്ന മട്ടിലായി. പാണ്ഡവരും മറ്റു കുമാരന്മാരും ഉറങ്ങാൻ കിടന്നു. ഭക്ഷണം കഴിച്ച ക്ഷീണത്താൽ ഭീമൻ ഉറങ്ങുകയാണെന്നാണ് യുധിഷ്ഠിരൻ കരുതിയത്. എല്ലാവരും ഉറങ്ങിയെന്ന് ബോധ്യമായപ്പോൾ ദുര്യോധനനും അവൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരായ സഹോദരങ്ങളും ചേർന്ന് കാട്ടുവള്ളി കൊണ്ട് ഭീമനെ കെട്ടിയെടുത്ത് കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കിത്താഴ്ത്തി. ബോധം കെട്ടുപോയ ഭീമൻ വെള്ളത്തിൽ ആണ്ട് താണ് അടിത്തട്ടിൽ ചെന്നു വീണു. ഭീമൻ ചെന്നു വീണ സ്ഥലം നാഗലോകമായിരുന്നു. പെട്ടെന്ന് നാഗങ്ങൾ പാഞ്ഞു വന്ന് ഭീമനെ ആക്രമിച്ചു. അവർ തുരുതുരെ ഭീമനെ ആഞ്ഞാഞ്ഞു കൊത്തി. ഘോര വിഷമുള്ള സർപ്പങ്ങൾ ഭീമനെ കൊത്തിയപ്പോൾ ഭീമൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന കാളകൂട വിഷത്തിൻ്റെ വീര്യം ഇല്ലാതായി. സ്ഥാവര വിഷം കൊണ്ട് ജംഗമ വിഷം തീർന്നു. ഭീമൻ ഞെട്ടിയുണർന്നു. ബോധം വീണപ്പോൾ അവൻ കെട്ടുപൊട്ടിച്ചു. കയ്യിൽ കിട്ടിയിടത്തോളം പാമ്പുകളെ പിടിച്ചു കൊന്നു. ശേഷിച്ച സർപ്പങ്ങൾ പേടിച്ച് നാഗരാജാവായ വാസുകിയുടെ അടുത്തേക്ക് ഓടി. അവർ വാസുകിയോട് പറഞ്ഞു, ബന്ധനസ്ഥനായ ഒരു മനുഷ്യൻ മനുഷ്യലോകത്തു നിന്നും വന്നു. അവൻ വിഷം തിന്നവനാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഞങ്ങളുടെ കടിയേറ്റപ്പോൾ അവൻ ഉണർന്നു. അവൻ താനെ കെട്ടുപൊട്ടിച്ച് ഞങ്ങളെയൊക്കെ മർദ്ദിച്ചു. ഭവാൻ വന്ന് അവനെ ഒന്ന് കണ്ടാലും. വാസുകി ഉടൻ തന്നെ ചെന്ന് ഭീമനെ കണ്ടു. ആര്യകൻ എന്ന സർപ്പവും ഭീമനെ കണ്ടു. കുന്തിയുടെ അച്ഛൻ്റെ അപ്പൂപ്പനായിരുന്നു ആര്യകൻ എന്ന ആ സർപ്പേന്ദ്രൻ. തൻ്റെ ദൗഹിത്രയനായ ഭീമനെ വാത്സല്യപൂർവം ആര്യകൻ കണ്ടു, തലോടി. വാസുകി ആര്യകനോട് ചോദിച്ചു, ആര്യക, നാം എന്ത് പ്രിയമാണ് ഇവന് ചെയ്യേണ്ടത്? ധാരാളം ധനവും രത്നങ്ങളും കൊടുക്കുക. അപ്പോൾ ആര്യകൻ പറഞ്ഞു, നാഗരാജാവേ, നീ കൊടുക്കുന്ന ധനം കൊണ്ട് ഇവൻ എന്തു പ്രയോജനം? നിനക്കിഷ്ടമുണ്ടെങ്കിൽ ഇവന് രസപാനമാണ് കൊടുക്കേണ്ടത്. 1000 നാഗങ്ങളുടെ വില നൽകുന്ന ഒരു രസം കുംഭത്തിലുണ്ടല്ലോ. എത്രത്തോളം ഇവന് കുടിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം കുടിക്കട്ടെ. ആര്യകൻ പറഞ്ഞത് കേട്ട് നാഗരാജാവായ വാസുകി സന്തോഷിച്ചു. എന്നാൽ അങ്ങനെ തന്നെയാകാമെന്ന് പറഞ്ഞ് രസകുംഭങ്ങൾ ഭീമൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു. ഭീമൻ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ആ രസകുംഭങ്ങളിൽ ഉള്ള രസം മുഴുവനും കുടിച്ചു തീർത്തു. അങ്ങനെ 8 കുടം രസം നിഷ്പ്രയാസം കുടിച്ചു തീർത്തു. അതിനുശേഷം നാഗങ്ങളൊരുക്കിയ സുഖശയ്യയിൽ മഹാഭുജനായ ഭീമസേനൻ കിടന്ന് ഉറങ്ങി. പ്രമാണകോടിയിലെ ലീലാവിനോദങ്ങൾ കഴിഞ്ഞ് പാണ്ഡവരും കൗരവരും ഭീമനില്ലാതെ ഹസ്തിനാപുരിയിൽ തിരിച്ചെത്തി. ഞങ്ങളെക്കാൾ മുമ്പേ ഭീമൻ വന്നു എന്ന് പറഞ്ഞാണ് അവർ കൊട്ടാരത്തിലെത്തിയത്. പക്ഷേ ഭീമൻ തിരിച്ചെത്തിയില്ല. ഭീമനെ കാണാത്തതിൽ ഏറ്റവും സന്തോഷിച്ചത് ദുര്യോധനനാണ്. എന്നാൽ ഭീമൻ എത്തിയില്ലെന്നറിഞ്ഞപ്പോൾ ധർമ്മന് വെപ്രാളമായി. യുധിഷ്ഠിരൻ ഭീമനെ തിരക്കി
4 വഴിക്കും പോയി. മകനെ കാണാഞ്ഞ് കുന്തി വെപ്രാളപ്പെട്ടു. ആരെയും അറിയിക്കാതെ ഭീമൻ തനിച്ചു വരില്ലെന്ന് കുന്തി പറഞ്ഞു. ദുര്യോധനനോട് യുധിഷ്ഠിരൻ ചോദിച്ചപ്പോൾ ഭീമൻ നമ്മളെക്കാൾ മുമ്പേ പൊയ്ക്കളഞ്ഞു എന്നാണ് പറഞ്ഞത്. ധർമ്മജൻ ധാർമ്മികനും യാതൊരു പാപവും പെടാത്തവനുമാണ്. തന്നെപ്പോലെ തന്നെയാണ് അന്യനും എന്ന ഒരു ചിന്തയാണ് എപ്പോഴും അവനുള്ളത്. അവൻ അമ്മയുടെ അടുത്ത് വന്ന് സങ്കടത്തോടെ പറഞ്ഞു, അമ്മേ, ഭീമൻ ഇവിടെ മുമ്പേ എത്തിയില്ലേ? അവൻ എങ്ങോട്ട് പോയി? ഇവിടെയെങ്ങും കാണുന്നില്ലല്ലോ. പൂങ്കാവുകളിലും വനത്തിലുമൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു നോക്കി. അവിടെ എങ്ങും ഞങ്ങൾ ഭീമനെ കണ്ടില്ല. പിന്നെ കരുതി ആരോടും പറയാതെ അമ്മയുടെ അടുക്കൽ വന്നു കാണുമെന്ന്. അതുകൊണ്ടാണമ്മേ ഞങ്ങൾ ഭീമനില്ലാതെ പോന്നത്. അമ്മ അവനെ വല്ലയിടത്തും അയച്ചു കാണുമെന്ന് കരുതി. യുധിഷ്ഠിരൻ്റെ കരച്ചിൽ കണ്ട് കുന്തി വാവിട്ട് കരഞ്ഞു. കുന്തി വിതുരനെ ആളയച്ചു വരുത്തി. വിതുരനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. ഭീമനെ കാണുന്നില്ല. അവൻ എവിടെ പോയതാണെന്ന് അറിയുന്നില്ല. എല്ലാവരും തിരിച്ചു വന്നു, അവൻ മാത്രമില്ല. ദുര്യോധനൻ്റെ കണ്ണിലെ കരടാണവൻ. ആ ക്രൂരൻ, ദുഷ്ടൻ രാജ്യലാഭത്തിന് വേണ്ടി എന്തും ചെയ്യും. അവൻ എൻ്റെ കുഞ്ഞിനെ കൊന്നിട്ടുണ്ടാകുമോ? അതോർത്ത് എൻ്റെ ഹൃദയം പിളരുന്നു, ഉള്ളു പൊരിയുന്നു. വിതുര പറഞ്ഞു, കുന്തി, അങ്ങനെ പറയാതെ. എന്താണ് വേണ്ടതെന്ന് ചിന്തിക്കണം. ദുര്യോധനനെ ആക്ഷേപിച്ചു പറഞ്ഞാൽ ആ ക്രൂരൻ ചിലപ്പോൾ നിന്നെ മർദ്ദിക്കും. മറ്റുള്ളവരുടെ ഗുണത്തിനു വേണ്ടി നീ സമാധാനമായിരിക്കും. നിന്റെ മക്കളൊക്കെ ദീർഘായുസ്സുള്ളവരാണ്. ആപത്തൊന്നും സംഭവിക്കുകയില്ല. ഭീമൻ മടങ്ങി വരും. നീ വിഷമിക്കണ്ട. വിതുരൻ അവിടെ തന്നെ ഇരുന്നു. കുന്തിക്ക് ചുറ്റും മറ്റു 4 പുത്രന്മാരും ഇരുന്നു. നാഗലോകത്തു നിന്നും 8-ാം ദിവസമാണ് ഭീമൻ ഉറക്കമുണർന്നത്. ആരും ഉണർത്താതെ താനേ ഉണർന്നു. കുടിച്ച രസം നല്ലതുപോലെ ദഹിച്ചു. തന്മൂലം അവൻ മഹാശക്തനായി തീർന്നു. ഉണർന്നു വന്ന പാണ്ഡുപുത്രനോട് നാഗങ്ങൾ പറഞ്ഞു, ഹേ വീര, നീ കുടിച്ച രസം വീര്യമേറിയതാണ്. 10,000 ആനയുടെ ബലം നിനക്കിപ്പോൾ വന്നു ചേർന്നിരിക്കുന്നു. ഈ ദിവ്യമായ ജലത്തിൽ കുളിച്ച് നീ വീട്ടിലേക്ക് പോവുക. നിന്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാകും. പിന്നെ നാഗങ്ങൾ നൽകിയ പായസം കഴിച്ചിട്ട് അവരുടെ ആശീർവാദങ്ങളേറ്റ് ഭീമസേനൻ ഗംഗാജലത്തിൽ ഉയർന്നു വന്ന് കരയ്ക്ക് കയറി. കൂടെ വന്ന നാഗങ്ങൾ യാത്ര പറഞ്ഞ് തിരിച്ചുപോയി. ഭീമസേനൻ ഹസ്തിനാപുരിയിലേക്ക് നടന്നു. അമ്മ കുന്തിയുടെ അടുത്തെത്തി. ഉണ്ടായ വിവരങ്ങളെല്ലാം അവരെ പറഞ്ഞു കേൾപ്പിച്ചു. പൂർവാധികം തേജസ്വിയായ മകനെ കണ്ട് കുന്തി വളരെ സന്തോഷിച്ചു. സഹോദരങ്ങൾക്കും സന്തോഷമായി. ഭീമൻ പറയുന്നത് കേട്ട് യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു, നീ ഇക്കാര്യം ഒരാളോടും പറഞ്ഞേക്കരുത്. ഇനി മേലാൽ നാമെല്ലാം പരസ്പരം സംരക്ഷിക്കുവാൻ തയ്യാറായി സൂക്ഷിച്ചിരിക്കണം. ധർമാത്മാവായ വിതുരനും ഭീമന് വേണ്ട ഉപദേശങ്ങൾ കൊടുത്തു. രക്ഷപ്പെട്ട് ഭീമൻ തിരിച്ചെത്തിയെന്നറിഞ്ഞപ്പോൾ ദുര്യോധനനിൽ പക ഇരട്ടിക്കുകയാണ് ഉണ്ടായത്. എങ്ങനെയും ഭീമനെ ഇല്ലാതാക്കണമെന്ന ചിന്തയായി. പിന്നീടൊരു ദിവസം ചോറിൽ കാളകൂട വിഷം ചേർത്ത് ദുര്യോധനൻ ഭീമന് കഴിക്കാൻ കൊടുത്തു. ഈ വിവരം പാണ്ഡവരോട് ഇഷ്ടമുള്ള ധൃതരാഷ്ട്രപുത്രനായ യുയുത്സു ഭീമസേനനോട് ഈ വിവരം പറഞ്ഞു. എന്നാൽ യുയുത്സുവിൻ്റെ വാക്കു കേൾക്കാതെ ഭീമസേനൻ ആ ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണം ഭീമൻ്റെ വയറ്റിൽ ദഹിച്ചു പോയതല്ലാതെ ഭീമന് യാതൊന്നും സംഭവിച്ചില്ല. പിന്നീട് പല പ്രാവശ്യം പാണ്ഡവരെ ഇല്ലാതാക്കാൻ ദുര്യോധനൻ, കർണൻ, ശകുനി എന്നിവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിൽ നിന്നൊക്കെ പാണ്ഡവർ രക്ഷപ്പെട്ടു. വിതുരൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അതിനൊന്നും പ്രതികരിക്കാതെ അവർ നടന്നു. കുട്ടികൾ പഠിപ്പിൽ ശ്രദ്ധിക്കാതെ നടക്കുന്നത് കണ്ട് അവരെ ധനുർവേദം പഠിപ്പിക്കാൻ രാജാവ് ധൃതരാഷ്ട്രൻ തീരുമാനിച്ചു. അതിൻ പ്രകാരം
അദ്ദേഹം നിയോഗിച്ചത് ഗൗതമനായ കൃപനെയാണ്. കൃപൻ ഹസ്തിനാപുരിയിൽ എത്തിച്ചേർന്നത് ഇപ്രകാരമാണ്. ഇത് വൈശമ്പായന മുനി ജനമേജയ രാജാവിനോട് പറഞ്ഞുകൊടുത്ത കഥയാണ്. ഗൗതമ മഹർഷിക്ക് ശാരദ്വാൻ എന്ന ഒരു പുത്രനുണ്ടായി. ശരങ്ങളോടൊത്താണ് അവൻ്റെ ജനനം. ശാരദ്വാന് വേദാധ്യായ പഠനങ്ങളിലല്ലായിരുന്നു താൽപ്പര്യം. ബ്രഹ്മചാരികൾ വേദം തപസ്സുകൊണ്ട് നേടുന്ന വിധം അവൻ ദിവ്യാസ്ത്രമൊക്കെ തപസ്സുകൊണ്ട് നേടി. ധനുർവേദ പ്രിയം കൊണ്ടും തപസ്സുകൊണ്ടും പ്രതാപിയായ ശാരദ്വാനോട് ദേവേന്ദ്രന് അസൂയയുണ്ടായി. ധനുർവേദ പ്രിയം കൊണ്ടും തപസ്സുകൊണ്ടും പ്രതാപിയായ ശാരദ്വാനോട് ദേവേന്ദ്രന് അസൂയയുണ്ടായി. കഠിനമായ തപസ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ തപസ് മുടക്കാൻ ഇന്ദ്രൻ ജാനപതി എന്ന ദേവകന്യകയെ പറഞ്ഞയച്ചു. അവൾ ശാരദ്വാൻ്റെ മനോഹരമായ ആശ്രമത്തിലെത്തി. വില്ലും അമ്പുമേന്തി പരിശീലന ഘട്ടത്തിൽ നിൽക്കുന്ന മുനീന്ദ്രൻ്റെ അടുക്കൽ ഒറ്റ വസ്ത്രത്തിലാണ് അവൾ എത്തിയത്. അവളുടെ അതിസൗന്ദര്യം കണ്ട് മുനിയുടെ കണ്ണ് കുളിർത്തു. വില്ലും അമ്പും മുനിയുടെ കയ്യിൽ നിന്നും താഴെ വീണു. മുനിയുടെ ദേഹം കാമാവേശം കൊണ്ട് വിറച്ചു. ആ മുനി ജ്ഞാനബലത്തോടും തപശക്തിയാലും മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തി. പക്ഷേ പെട്ടെന്നുണ്ടായ കാമാവേശത്താൽ ശുക്ലം ശ്രവിച്ചു. മുനി അതറിഞ്ഞില്ല. വില്ലും അമ്പും കൃഷ്ണമൃഗത്തോലും അവിടെ ഉപേക്ഷിച്ച് അദ്ദേഹം കടന്നുപോയി. ആ കന്യകയെയും ആശ്രമത്തെയും മാമുനി ഉപേക്ഷിച്ചു പോകുമ്പോൾ ശരത്പുല്ലിൽ വീണ ബീജം രണ്ടായി പിളർന്ന് 2 കുട്ടികൾ ഉണ്ടായത് ശാരദ്വാൻ അറിഞ്ഞില്ല. നായാട്ടിന് പോയ ശാന്തനുവിൻ്റെ സൈനികരിൽ ഒരാൾ കാട്ടിൽ ചുറ്റുന്ന സമയത്ത് 2 കുട്ടികളെയും കണ്ടെത്തി. അടുത്തു തന്നെ അമ്പും വില്ലും കൃഷ്ണമൃഗത്തോലും കണ്ടെത്തി. ധനുർവേദപ്രിയനായ ഏതോ വിപ്രൻ്റെ മക്കളാണ് ഇവരെന്ന് അറിഞ്ഞു. വില്ലും അമ്പും കുട്ടികളെയും അവർ രാജാവിനെ കാണിച്ചു. ശാന്തനു ഇവർ എൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് അവരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ഗൗതമൻ്റെ ആ 2 മക്കളെയും ശാന്തനു വളർത്തി. കൃപയോടെ വളർത്തിപ്പോന്ന കാരണം ആൺകുട്ടിക്ക് കൃപനെന്നും പെൺകുട്ടിക്ക് കൃപി എന്നും പേരിട്ടു. ഒരിക്കൽ ഹസ്തിനാപുരിയിലെത്തിയ ഗൗതമനായ ശാരദ്വാൻ തൻ്റെ മക്കളെ തിരിച്ചറിഞ്ഞു. ആ മുനി ശാന്തനുവിനെ കണ്ട് ഈ കുട്ടികളുടെ അച്ഛൻ ഞാനാണെന്നും ഗോത്രനാമം ഇന്നതിന്നതാണെന്നും പറഞ്ഞു കേൾപ്പിച്ചു. ഏറെ നാൾ കൊട്ടാരത്തിൽ കഴിഞ്ഞ ശാരദ്വാൻ 4 ജാതി ധനുർവേദങ്ങളും നാനാശാസ്ത്രങ്ങളും കൃപനെ പഠിപ്പിച്ചു. അങ്ങനെ ഒരു ആചാര്യ പദവിയിലേക്ക് കൃപൻ വളർന്നു. ആ കൃപാചാര്യരിൽ നിന്നാണ് ധാർത്തരാഷ്ട്രന്മാരും പാണ്ഡവരും യാദവരും വൃഷ്ണിപുങ്കവന്മാരും നാനാ ദിക്കിൽ നിന്നും വന്ന അന്യരാജാക്കന്മാരും ധനുർവേദം പഠിച്ചത്. അങ്ങനെയിരിക്കെ ഭീഷ്മൻ ചിന്തിച്ചു, കുറച്ചുകൂടി മെച്ചപ്പെട്ട ആയുധാഭ്യാസം കൗരവ കുമാരന്മാർക്ക് ആവശ്യമാണെന്ന്. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഹസ്തിനാപുരിയിൽ ദ്രോണർ എന്ന ധനുർവേദജ്ഞൻ എത്തിച്ചേർന്നത്. ദ്രോണൻ്റെ ജനനം എങ്ങനെയാണ്? അദ്ദേഹം അസ്ത്രം എങ്ങനെ നേടി? ഹസ്തിനാപുരിയിൽ അദ്ദേഹം വരാൻ കാരണമെന്താണ്? ആരുടെ പുത്രനാണ് ദ്രോണർ? ഇതൊക്കെ ഒന്ന് വിശദമായി പറയാൻ ജനമേജയ രാജാവ് വൈശമ്പായ മുനിയോട് പറഞ്ഞു. അദ്ദേഹം ആ കഥ പറഞ്ഞത് ഇപ്രകാരമാണ്. ഗംഗാതീരത്ത് ഭരദ്വാജൻ എന്നൊരു മഹർഷി ജീവിച്ചിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഗംഗയിൽ കുളിക്കാനിറങ്ങി. ആ സമയത്ത് കൃതാജി എന്ന അപ്സര സ്ത്രീ ഗംഗാതീരത്ത് നിൽക്കുന്നത് മാമുനി കണ്ടു. ഒറ്റ വസ്ത്രവുമായി നിൽക്കുന്ന അവളുടെ വസ്ത്രം കാറ്റത്ത് ഊർന്നുപോയി. അവളെ കണ്ടപ്പോൾ ഭരദ്വാജ മുനിക്ക് മോഹിതനായി. മുനിയുടെ ശരീരത്തിൽ നിന്നും ശുക്ലം ശ്രവിക്കുമെന്ന് മനസ്സിലായപ്പോൾ മുനി അതൊരു ദ്രോണത്തിൽ ഒരു കുടത്തിൽ ശേഖരിച്ചു. ആ വിശിഷ്ട രേതസിൽ നിന്ന് ദ്രോണർ കുടത്തിൽ ജനിച്ചു. വളർന്നു വന്ന ദ്രോണർ അഗ്നിവേശ ഋഷിയിൽ നിന്ന് വേദങ്ങളെല്ലാം പഠിച്ചു.
അദ്ദേഹമാണ് ദ്രോണന് ആഗ്നേയാസ്ത്രം പഠിപ്പിച്ചു കൊടുത്തത്. അഗ്നിയിൽ നിന്ന് ജനിച്ചവനാണ് അഗ്നിവേശമുനി. ഭരദ്വാജൻ്റെ സുഹൃത്തായ പൃഷദൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. പൃഷദന് ദ്രുപദൻ എന്നൊരു പുത്രനുണ്ടായി. ദിവസവും ആശ്രമത്തിൽ വരുന്ന ദ്രുപദൻ ദ്രോണനുമായി നല്ല ചങ്ങാത്തത്തിലാവുകയും അവർ ആശ്രമ പരിസരത്തും കാട്ടിലും കളിച്ചും ചിരിച്ചും പഠിച്ചും നടന്നിരുന്നു. പൃഷദൻ മരിച്ചപ്പോൾ ദ്രുപദൻ ഉത്തര പാഞ്ചാലദേശത്തെ രാജാവായി. ഭഗവാനായ ഭരദ്വാജ മുനി സ്വർഗാരോഹണം ചെയ്തു. പിതൃ ശ്രാദ്ധം പൂർണ്ണമാകണമെങ്കിൽ തനിക്ക് പുത്രനുണ്ടാകണമെന്ന ചിന്തയാൽ അച്ഛനു വേണ്ടി ദ്രോണൻ വിവാഹം കഴിച്ചു. ശാരദ്വാൻ്റെ പുത്രിയായ കൃപിയെയാണ് അദ്ദേഹം വിവാഹം ചെയ്തത്. മുമ്പ് കൃപിയെയും ശാന്തനു വളർത്തിയതും ശാരദ്വാൻ മടങ്ങിവന്ന് കൃപന് ആയുധവിദ്യ പഠിപ്പിച്ചതും പറഞ്ഞുവല്ലോ. കൃപൻ ആചാര്യ പദവിയിലെത്തിക്കഴിഞ്ഞപ്പോൾ ശാരദ്വാൻ മകൾ കൃപിയെയും കൂട്ടി ഹസ്തിനാപുരത്തിൽ നിന്നും പോവുകയുണ്ടായിരുന്നു. പിന്നീടാണ് ദ്രോണർ പുത്രന്മാരുണ്ടാവണമെന്ന ആഗ്രഹത്തോടെ കൃപിയെ വിവാഹം കഴിച്ചത്. ക്രമേണ കൃപി അശ്വത്ഥമാവ് എന്ന പുത്രന് ജന്മം കൊടുത്തു. ജനിച്ച ഉടനെ ഉച്ചൈശ്രവസ്സനെ പോലെ കൂകി. അത് കേട്ട് ആകാശത്തിൽ നിന്ന് അശരീരി ഉണ്ടായി. അശ്വത്തിനൊത്തവണ്ണം ശബ്ദം പുറപ്പെടുവിക്കുന്ന ഇവൻ അശ്വത്ഥമാവെന്ന പേരിൽ ഈ ലോകത്ത് പ്രസിദ്ധനാവും. ദ്രോണർ പുത്രനെ ധനുർവേദം പഠിപ്പിച്ചു. സർവശക്തനും സർവശാസ്ത്ര വിശാരദനുമായ പരശുരാമനെക്കുറിച്ച് കേട്ടറിഞ്ഞ ദ്രോണർ അദ്ദേഹത്തെ കാണാനായി ചെന്നു. അദ്ദേഹത്തിൽ നിന്ന് ദിവ്യാസ്ത്രങ്ങൾ പഠിക്കാനാണ് ദ്രോണർ ചെന്നത്. ദ്രോണർ ശിഷ്യരുമൊത്ത് മഹേന്ദ്രപർവ്വതത്തിൽ എത്തി. അവിടെയാണ് പരശുരാമൻ്റെ ആശ്രമം. താൻ അങ്കിരസിൻ്റെ കുലത്തിൽ ജനിച്ചവനാണെന്ന് ദ്രോണർ പരശുരാമനോട് പറഞ്ഞു. സർവ ബാധ്യതകളും ദാനം ചെയ്ത ശേഷം വനവാസത്തിന് പോകാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് ദ്രോണർ പരശുരാമനെ കാണാൻ ചെന്നത്. ദ്രോണർ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഭഗവാനെ, ഞാൻ ഭരദ്വാജപുത്രനാണ്, അയോനീജനാണ്. ദ്രോണനെന്നാണ് എൻ്റെ പേര്. വിത്തത്തിനായി ഞാൻ അങ്ങയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അത് കേട്ട് പരശുരാമൻ പറഞ്ഞു, ഹേ ദ്വിജശ്രേഷ്ഠ, എന്താണ് ഭവാന്റെ ആഗ്രഹമെന്ന് പറയൂ. ദ്രോണൻ പറഞ്ഞു, മഹാമുനി, ഞാൻ അസംഖ്യമായ സ്വത്ത് ഭവാനോട് ആവശ്യപ്പെടുന്നു, യാചിക്കുകയാണ്. അപ്പോൾ രാമൻ പറഞ്ഞു, സ്വർണം മുതലായ എൻ്റെ ധനം മുഴുവൻ കയ്യിലുണ്ടായിരുന്നതെല്ലാം ഞാൻ നന്മയോടെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് എൻ്റെ ഈ ശരീരം മാത്രം. വിലമതിക്കാൻ പറ്റാത്ത ശസ്ത്രാസ്ത്രങ്ങളും ബാക്കിയുണ്ട്. എൻ്റെ അസ്ത്രങ്ങളോ അതോ എൻ്റെ ദേഹമോ എന്താണ് ഭവാന് വേണ്ടത്? അത് ഞാൻ ഉടനെ തരും. ദ്രോണൻ പറഞ്ഞു, ഹേ ഭാർഗവ, ഭവാന്റെ സമസ്ത അസ്ത്രങ്ങളെയും പ്രയോഗത്തിലെ ഗൂഢതത്വത്തോടു കൂടി സംഹാരക്രമത്തോടുകൂടി എനിക്ക് പറഞ്ഞു തന്നാലും അപ്രകാരമാകാമെന്ന് സമ്മതിച്ച് സകല അസ്ത്രങ്ങളുടെയും പ്രയോഗവും സംഹാരവും പരശുരാമൻ ദ്രോണന് ഉപദേശിച്ചു കൊടുത്തു.